ഓക്കെ, മറ്റേ വീഡിയോയിൽ നമ്മൾ ഒരു തിയറം വിട്ടിരുന്നു. അപ്പോൾ ആ തിയറാണിത്. ഫോർ എനി കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ w of t, മോഡുലസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് w of t ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് മോഡുലസ് ഓഫ് w of t. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഇന്റഗ്രൽ a to b w of t മോഡുലസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് മോഡുലസ് ഓഫ് w of t ഇന്റഗ്രൽ കാണുക അതിനേക്കാളും ചെറുതായിരിക്കും എന്നാണ് പറയണത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇൻഇക്വാലിറ്റി പ്രൂവ് ചെയ്യണം. അപ്പൊ ഇത് a ഈക്വൽ ടു ബി ആവുമ്പോൾ ട്രൂ ആണ്. കാരണം a ഈക്വൽ ടു ബി ആവുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റഗ്രൽ വാല്യൂ ഇത് 0 വരും. അപ്പൊ ഇതും 0 തന്നെയാണ് വരിക. അപ്പൊ രണ്ട് ഭാഗവും ഈക്വൽ ആയി. ഇനി നമ്മൾ 0 ഒന്നും അല്ലാന്ന് വിചാരിക്കണം. അതായത് a ഈക്വൽ ടു ബി അല്ലാന്ന് വിചാരിക്കണം. ഇനി നമ്മൾ വിചാരിക്കുകയാണ് ഈ ഇന്റഗ്രലിന്റെ വാല്യൂ ഒരു നോൺ സീറോ കോംപ്ലക്സ് നമ്പർ സെറ്റ് നോട്ട് ആണെന്ന് വിചാരിക്കുകയാണ്. അതായത് ഇന്റഗ്രൽ a to b w of t dt എന്ന് പറയുന്നത് ഒരു സെറ്റ് നോട്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ സെറ്റ് നോട്ട് എന്ന് പറയുന്നത് അതിന്റെ പോളാർ ഫോം r നോട്ട് e raised to i തീറ്റ നോട്ട് എന്നാണ്. r നോട്ട് എന്ന് പറയുന്നതാണ് മോഡുലസ്, തീറ്റ നോട്ട് ആർഗ്യുമെന്റ് ആണ്. അപ്പൊ നമുക്ക് r നോട്ടിനെ എങ്ങനെ എഴുതാം? e raised to i തീറ്റ നോട്ട് ഇൻറ്റു, അതായത് ഇങ്ങനെ എഴുതിക്കൂടെ, r നോട്ട് e raised to i തീറ്റ നോട്ട് ഇൻറ്റു e raised to മൈനസ് തീറ്റ നോട്ട് എന്ന് എഴുതിക്കൂടെ. അങ്ങനെ എഴുതുമ്പോൾ e raised to i തീറ്റ നോട്ടും e raised to മൈനസ് i തീറ്റ നോട്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ട് r നോട്ട് എന്ന് തന്നെ വരും. അപ്പൊ r നോട്ടിനെ നമ്മൾ r നോട്ട് ഇൻറ്റു e raised to i തീറ്റ നോട്ട് ഇൻറ്റു e raised to മൈനസ് i തീറ്റ നോട്ട് എന്ന് എഴുതും. അപ്പൊ അതിൽ r നോട്ട് e raised to i തീറ്റ നോട്ട് എന്ന് പറയുന്നതാണ് ഇന്റഗ്രൽ a to b w of t dt. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ e raised to മൈനസ് i തീറ്റ നോട്ട് ഇൻറ്റു ഇന്റഗ്രൽ a to b w of t dt. അതിന് നമുക്ക് എന്ത് ഈ റേസ് ടുവിനെ ഉള്ളിലേക്ക് എടുത്ത് എഴുതാം. അത് നമ്മൾ പഠിച്ചു. ഇന്റഗ്രൽ സെറ്റ് നോട്ട് w of t dt എന്ന് പറയുന്നത് സെറ്റ് നോട്ട് ഇൻറ്റു ഇന്റഗ്രൽ a to b w of t dt ആണ്. അപ്പൊ ഈ സെറ്റ് നോട്ടിന്റെ സ്ഥാനത്ത് ഇതാണ് കിടക്കുന്നത്, ഒരു കോൺസ്റ്റന്റ് പോലെ. കാരണം ടിയുടെ വേരിയബിൾ ഇല്ല. അപ്പൊ അതിനുള്ളിലേക്ക് എടുത്ത് എഴുതിയാലും സെയിം തന്നെയാണ്. അപ്പൊ ഈ റേസ് ടു i തീറ്റ നോട്ട് w of t dt. r നോട്ട് എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ എഴുതി വെച്ചു. r നോട്ട് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ്. കാരണം ഇത് റിയൽ ഇതാണ്. അപ്പൊ ഈ ഇന്റഗ്രൽ ഇത് റിയൽ വാല്യൂ ആയതുകൊണ്ട് തന്നെ ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് റിയൽ വാല്യൂ ആയിരിക്കും. ഇനി അപ്പൊ ഇന്റഗ്രൽ a to b e raised to i തീറ്റ നോട്ട് w of t dt എന്ന് പറയുന്നത് ഇതിന്റെ റിയൽ പാർട്ടാണ്. അതായത് റിയൽ പാർട്ട് ഓഫ് ഇന്റഗ്രൽ a to b e raised to i തീറ്റ നോട്ട് w of t dt. കാരണം അതായത് റിയൽ നമ്പർ ആയതുകൊണ്ട് റിയൽ പാർട്ടും ഈ സാധനവും സെയിം തന്നെയായിരിക്കും. അതായത് ഇപ്പോ എക്സ് നോട്ട് എന്ന് പറഞ്ഞൊരു ടേം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ എക്സ് നോട്ടും ഈക്വൽ ടു അതിന്റെ റിയൽ പാർട്ട് സെയിം തന്നെയാണ്. കാരണം റിയൽ പാർട്ട് എടുക്കുമ്പോൾ എക്സ് നോട്ട് തന്നെയാണ് വരിക. അപ്പൊ റിയൽ പാർട്ടും അതിന്റെ ഫുൾ ഇന്റഗ്രലും സെയിം തന്നെയാണ്. റിയൽ പാർട്ട് മാത്രമേ അതിനുള്ളൂ, ഇമാജിനറി പാർട്ട് ഇല്ല. പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് 0 ആണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഇന്റഗ്രൽ കണ്ടിട്ട് റിയൽ പാർട്ട് എടുക്കുന്നതും റിയൽ പാർട്ടിന്റെ ഇന്റഗ്രൽ എടുക്കുന്നതും സെയിം ആണ്. അപ്പൊ നമ്മൾ ഈ റിയലിനുള്ളിലേക്ക് എടുത്തിട്ട് ഇന്റഗ്രൽ a to b റിയൽ പാർട്ട് ഓഫ് e raised to i തീറ്റ നോട്ട് w of t dt എന്ന് എഴുതും. അപ്പം ദാറ്റ് ഈസ് ഇതൊക്കെ r നോട്ട് ആയിരുന്നല്ലോ. r നോട്ട് ഈക്വൽ ടു ഇന്റഗ്രൽ a to b റിയൽ പാർട്ട് ഓഫ് e raised to i തീറ്റ നോട്ട് w of t dt എന്ന് നമ്മൾ എഴുതി വെച്ചു. ഇനി നമുക്കറിയാം ഒരു കോംപ്ലക്സ് നമ്പറിന് റിയൽ സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെഡ് ആണ്. അപ്പൊ നമുക്ക് റിയൽ പാർട്ട് ഓഫ് e raised to i തീറ്റ നോട്ട് w of t dt എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് e raised to i തീറ്റ നോട്ട് w of t dt. അതെന്ന് പറയുന്നത് മോഡുലസ് w of t dt ആണ്. കാരണം e raised to 1 ആയിട്ട് പോകും. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? r നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ a to b ഈ റിയൽ പാർട്ട് ഈ ടേമിന് പകരം മോഡുലസ് w of t dt എന്ന് എഴുതാം. അപ്പൊ r നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ a to b മോഡ് w of t dt എന്ന് എഴുതി വെച്ചു. നമുക്ക് r നോട്ട് e raised to i തീറ്റ നോട്ട് എന്ന് പറയുന്നതാണ് ഇന്റഗ്രൽ a to b w of t dt. നമ്മൾ ആദ്യം തന്നെ എടുത്തത്. ഇനി നമ്മൾ അതിന്റെ മോഡുലസ് കാണുകയാണ്. മോഡുലസ് ഓഫ് r നോട്ട് e raised to i തീറ്റ നോട്ട് എന്ന് പറയുന്നത് ഈ മൊത്തത്തിന്റെ മോഡുലസ്. അപ്പം ഇതെന്ന് പറയുന്നത് മോഡ് r നോട്ട് ഇൻറ്റു മോഡ് e raised to i തീറ്റ നോട്ട്. അപ്പൊ മോഡ് e raised to i തീറ്റ നോട്ട് 1 ആണ്. മോഡ് r നോട്ട് വരും, കാരണം അത് റിയൽ നമ്പർ ആണ്. ഗ്രേറ്റർ ദാൻ നമ്പർ 0 ആണ്. അപ്പൊ ഇങ്ങനെ വരും. അപ്പൊ r നോട്ട് ഈക്വൽ ടു
മോഡുലസ് ഓഫ് ഇന്റഗ്രൽ a to b w of d dt എന്ന് കിട്ടി. പിന്നെ ഇക്വേഷൻ 3 നോക്കുമ്പോൾ നമ്മൾ r നോട്ടിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് വേണ്ട റിസൾട്ട് ആയി. അതായത് മോഡുലസ് ഓഫ് ഇന്റഗ്രൽ a to b w of d dt എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് മോഡുലസ് ഓഫ് w of d dt. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്താണ് ചെയ്തത്? ഈ ഇന്റഗ്രലിനെ ഒരു സെറ്റ് നോട്ട് എന്ന് എടുത്തു, അതായത് r നോട്ട് e റേസ് ടു i തീറ്റ നോട്ട്. അപ്പൊ നമ്മൾ ഇതിനെ r നോട്ട് ഈക്വൽ ടു r നോട്ട് e റേസ് ടു i തീറ്റ നോട്ട് ഇൻറ്റു e റേസ് ടു മൈനസ് i തീറ്റ നോട്ട് ക്യാൻസൽ ചെയ്ത് പോയിക്കോളും. അപ്പൊ അതിനെ e റേസ് ടു i തീറ്റ നോട്ട് ഇൻറ്റു ഈ ടേമിന് പകരം ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് ഇത് ഉള്ളിലേക്ക് എടുത്ത് എഴുതി. ഇനി r നോട്ട് ഒരു റിയൽ നമ്പർ ആയതുകൊണ്ട് തന്നെ ഇതും റിയൽ നമ്പർ ആണ് ഈ ഇന്റഗ്രൽ. അപ്പൊ അത് ഈക്വൽ ടു അതിന്റെ റിയൽ പാർട്ട്, കാരണം റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കറിയാം ഇന്റഗ്രൽ കണ്ടിട്ട് റിയൽ പാർട്ട് എടുക്കുന്നതും റിയൽ പാർട്ട് എടുത്തിട്ട് ഇന്റഗ്രൽ എടുക്കുന്നതും സെയിം ആണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ എഴുതി വെച്ചു. പിന്നെ നമുക്കറിയാം ഒരു കോംപ്ലക്സ് നമ്പറിന് റിയൽ സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെഡ് ആണ്. അപ്പൊ ഈ ടേം ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇ റേസ് ടു i തീറ്റ നോട്ട് w of t എന്ന് വരും. അത് w of t ആണ്, ഇത് 1 വരും. അപ്പോ നമ്മൾ അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ r നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ a to b മോഡ് w of t dt എന്ന് വരും. ഇനി r നോട്ട് എന്ന് പറയുന്നത് r നോട്ട് e റേസ് ടു i തീറ്റ നോട്ട് ആണ്, ഇന്റഗ്രൽ a to b w of t dt. മൊത്തത്തിൽ മോഡുലസ് എടുക്കുമ്പോൾ ഈ സൈഡ് നമുക്ക് r നോട്ട് എന്ന് കിട്ടും, ഈ സൈഡ് ഇങ്ങനെയും കിട്ടും. അപ്പൊ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട റിസൾട്ട് ആയി മോഡുലസ് ഓഫ് ഇന്റഗ്രൽ a to b w of t dt ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ a to b മോഡുലസ് ഓഫ് w of t dt. ഓക്കെ, ഇതായിരുന്നു നമുക്ക് വേണ്ട തിയറം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ നല്ല എളുപ്പവുമാണ്. ജസ്റ്റ് ഇതിങ്ങനെ എടുത്തിട്ട് ഒന്ന് ചെയ്താൽ മതി. r നോട്ട് എന്ന് എഴുതിയിട്ട് പിന്നെ റിയൽ ഇത്, പിന്നെ ഉപയോഗിക്കുന്നത് റിയൽ സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെഡ് എന്ന് പറഞ്ഞ റിസൾട്ട്, പിന്നെ മോഡുലസ് കാണുന്നു, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അങ്ങനത്തെ ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം ഡെറിവേറ്റീവ് ആണ് പഠിച്ചത്. ഡെറിവേറ്റീവ് കാണുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അതായത് ഒരു ഫംഗ്ഷന്റെ w of t എന്ന് പറഞ്ഞ ഫംഗ്ഷൻ u പ്ലസ് ഐ വി ആണെങ്കിൽ ഡെറിവേറ്റീവ് u ഡാഷ് പ്ലസ് ഐ വി ഡാഷ് ആണ്. പിന്നെ അതിലത്തെ രണ്ട് റിസൾട്ടുകൾ പഠിച്ചു. അതായത് സെറ്റ് നോട്ട് ഇൻറ്റു w of t യുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സെറ്റ് നോട്ട് w ഡാഷ് ഓഫ് t ആണ്. അതുപോലെ e റേസ് ടു i സെറ്റ് നോട്ട് ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് സെറ്റ് നോട്ട് e റേസ് ടു i സെറ്റ് നോട്ട് ആണെന്നും പഠിച്ചു. പിന്നെ നമ്മൾ കണ്ടത്, അതായത് കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻസിന് മീൻ വാല്യൂ തിയറം ഹോൾഡ് ചെയ്യണമെന്നില്ല എന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്റഗ്രലിലേക്ക് വന്നത്. ഇന്റഗ്രലിൽ പഠിച്ചു അത് ഡെഫിനിറ്റ് ഇന്റഗ്രൽ അതായത് a to b വാല്യൂസ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും വാല്യൂ ഉണ്ടാവും. പിന്നെ അതിൽ നമ്മൾ പഠിച്ചത് അതായത് u പ്ലസ് ഐ വിയുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇന്റഗ്രൽ u പ്ലസ് ഐ ഇന്റഗ്രൽ v ആണെന്ന് പഠിച്ചു. അതിലും സെയിം റിസൾട്ടുകൾ നമ്മൾ പഠിച്ചു. അതായത് സെറ്റ് നോട്ട് w of t ഇന്റഗ്രൽ എന്ന് പറയുന്നത് സെറ്റ് നോട്ട് ഇന്റഗ്രൽ w of t dt ആണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ ഫണ്ടമെന്റൽ ഓഫ് കാൽക്കുലസ് പഠിച്ചു. പിന്നെ ഈ തിയറം പഠിച്ചു. പിന്നെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസും കണ്ടു. അപ്പൊ ഇത്രയായിരുന്നു ഈ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ദിവസം അടുത്ത ചാപ്റ്റർ എടുക്കാം. താങ്ക് യു.